ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് നോക്കിയാലോ. എണ്ണ ചൂടാക്കി സബോള, തക്കാളി, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് ആയി വരുന്ന സമയത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി കൂന്തൽ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. വിനാഗിരി കൂടി ഒഴിച്ച് വൃത്തിയാക്കണം കേട്ടോ. കൂന്തലിനെ കണവ എന്നും പറയുന്നുണ്ട്. കൂന്തൽ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ അടച്ചു വെച്ച സവോള, തക്കാളി, പച്ചമുളകൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. നുറുക്കി വെച്ചിരിക്കുന്ന കൂന്തൽ കുറച്ചായി ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. മൂപ്പിച്ച് വെച്ച പൊടികളിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ചിക്കൻ മസാലയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 വിസിലായതിനു ശേഷം കുക്കർ തുറന്ന് ചട്ടി ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലുള്ള മിക്സ് ചട്ടിയിലിട്ട് കുറുക്കിയെടുക്കാം. നമ്മളിവിടെ റോസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. റോസ്റ്റിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് കിട്ടുന്ന മണം ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. പിന്നീട് അത് വരട്ടി വരുന്ന സമയത്ത് ഇതാ ഈ ഒരു പരുവെത്തും. ഇതൊന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ചോറിനൊക്കെ അടിപൊളിയായിരിക്കും. ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ ഒരു കിണ്ണം ചോറുണ്ണാൻ. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.